സഹോദരരെ, സ്നേഹവന്ദനം. കത്തോലിക്കാ സഭയിൽ ഏറെ പ്രാധാന്യമുള്ളതും ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായതുമായ മരിയൻ ദർശനങ്ങളിലൊന്നാണ് ഫാത്തിമ മാതാവിൻ്റെ ദർശനങ്ങൾ. 1917 പോർച്ചുഗലിലെ ഫാത്തിമയ്ക്ക് സമീപമുള്ള കോവാഡ ഇരിയ എന്ന സ്ഥലത്ത് ആടുമേയ്ക്കാൻ പോയിരുന്ന ലൂസിയായുടെ കസിന്മാരായ ഫ്രാൻസിസ്കോ, ജസീന്ത എന്നീ 3 സാധാരണ ഇടയ കുട്ടികൾക്കാണ് പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ടത്. 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ മാസം തോറും 13-ാം തീയതികളിലാണ് മാതാവ് കുട്ടികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ആകെ 6 തവണയാണ് ഈ ദർശനങ്ങൾ ഉണ്ടായത്. കുട്ടികൾക്കുണ്ടായിക്കൊണ്ടിരുന്ന ദർശനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പരന്നതിനെ തുടർന്ന് അന്നത്തെ പ്രാദേശിക ഭരണാധികാരിയും സഭയുടെ കടുത്ത എതിരാളിയുമായിരുന്ന ആർത്തൂർ സാന്റോസ് എന്ന മേയർ ഈ സംഭവത്തെ അടിച്ചമർത്താൻ തീരുമാനിക്കുകയും കുട്ടികളെ ഓഗസ്റ്റ് മാസം 13-ാം തീയതി രാവിലെ കോവാഡ ഇരിയായിൽ നിന്ന് മാറ്റുകയും ചെയ്തതിനെ തുടർന്ന് ആ ദിവസം മാതാവിൻ്റെ ദർശനം കുട്ടികൾക്ക് ഉണ്ടായില്ല. സൂര്യനേക്കാൾ തേജസ്സുള്ളവളും കയ്യിൽ ജപമാല ഏന്തിയവളുമായിട്ടാണ് മാതാവ് കുട്ടികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ദിവസവും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികൾ ഇവിടെ എത്തുന്നത് കൊണ്ട് തന്നെ ജപമാല ചൊല്ലുന്നതും വിവിധ ഭാഷകളിലാണ്. ഒരു രഹസ്യത്തിൻ്റെ പാതിഭാഗം മലയാളത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള ഭാഗ്യം നമ്മുടെ ഗ്രൂപ്പിനും ലഭിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. ജൂലൈ മാസം 13-ാം തീയതിയിലെ ദർശന സമയത്ത് മാതാവ് കുട്ടികൾക്ക് 3 രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. ഒന്നാമത്തെ രഹസ്യം നരകത്തെക്കുറിച്ചും, രണ്ടാമത്തേത് 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനവും തുടർന്നു വരാനിരിക്കുന്ന 2-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തിൻ്റെ കടന്നുവരവിനെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പുമായിരുന്നു. 3-ാമത്തെ രഹസ്യത്തിൽ കത്തോലിക്കാ സഭയും മാർപ്പാപ്പയും നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെയും രക്തസാക്ഷിത്വങ്ങളെയും കുറിച്ചുള്ളതായിരുന്നു. മാതാവ് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്താണ് ഇന്ന് ഫാത്തിമ മാതാവിൻ്റെ രൂപം വച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും രാത്രി 9:30 ഇവിടെ ജപമാല ചൊല്ലുകയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യാറുണ്ട്. ദർശനം ലഭിച്ച കുട്ടികളിൽ ഫ്രാൻസിസ്കോയും ജസീന്തയും ചെറുപ്രായത്തിൽ തന്നെ രോഗബാധിതരായി മരണമടയുകയും 2017 ഫ്രാൻസിസ് മാർപ്പാപ്പ അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 3-ാമത്തെ കുട്ടിയായ ലൂസിയ സിസ്റ്റർ ആവുകയും 2005 മരണമടയുകയും ചെയ്തു. എല്ലാ ദിവസവും രാത്രികളിൽ 10,000-കണക്കിന് തീർത്ഥാടകർ കൈകളിൽ ജ്വലിക്കുന്ന മെഴുകുത് തിരികളുമായി പ്രാർത്ഥനാഗീതങ്ങൾ ആലപിച്ച് അങ്കണത്തിലൂടെ പ്രദക്ഷിണമായി നീങ്ങുന്നത് വലിയൊരു ആത്മീയ അനുഭവമാണ്. യുദ്ധങ്ങൾ അവസാനിക്കാനും ലോകത്ത് സമാധാനം പുലരാനും ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും പാപികളുടെ മോചനത്തിനായി പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും കുട്ടികളെ പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു. 1930 ഒക്ടോബർ 13 കത്തോലിക്കാ സഭ ഈ ദർശനങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുകയും
ഫാത്തിമ മാതാവെന്ന നാമം സഭയിൽ സാർവത്രികമായി സ്വീകരിക്കുകയും ചെയ്തു. ആയിരത്തി 1917 ഒക്ടോബർ 13 അവിടെ ഒത്തുകൂടിയിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ സാക്ഷ്യത്തോടെ ലോകപ്രശസ്തമായ സൂര്യാത്ഭുതം നടന്നു. കോരിച്ചൊരിയുന്ന മഴ പെട്ടെന്ന് നിൽക്കുകയും മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഒരു വെള്ളിത്തട്ട് പോലെ കറങ്ങിക്കൊണ്ട് വിവിധ വർണ്ണങ്ങൾ പ്രസരിച്ചുകൊണ്ടും ജനങ്ങൾക്ക് നേരെ താഴേക്ക് വരുന്നത് പോലെ അനുഭവപ്പെടുകയും ചെയ്തു. മാതാവിനോടുള്ള നന്ദി സൂചകമായോ പ്രത്യേക നിയോഗങ്ങൾ സാധ്യമാകുന്നതിനായോ മുട്ടിലിഴഞ്ഞ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഭക്തരെ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. Que brilha nas trevas, ouvir ao mundo, a todos nos ilumina pela sua presença, a sua ação e a sua palavra. Nele, a humanidade pode de verdade ver a Deus. Na luz da sua morte e ressurreição, a humanidade encontra o caminho da esperança e encontra a luz criadora de Deus e descobre-se envolvido pelo amor que conduz à sua contemplação. ഫാത്തിമ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.